ശമൂവേൽ ദീർഘദർശിയുടെ 1-ാം പുസ്തകം 31-ാം അധ്യായം 1 മുതൽ 7 വരെ തിരുവചനങ്ങൾ. ബാരക്കുമോർ. ഫെലിസ്തർ ഇസ്രായേലിനോട് യുദ്ധം ചെയ്തു. ഇസ്രായേലിയർ ഫെലിസ്തരുടെ മുമ്പിൽ നിന്ന് ഓടി ഗിൽബോവ പർവ്വതത്തിൽ ഹതന്മാരായി വീണു. ഫെലിസ്തർ ശൗലിനെയും അവൻ്റെ പുത്രന്മാരെയും പിന്തുടർന്നു. ഫെലിസ്തർ ശൗലിൻ്റെ പുത്രന്മാരായ യോനാഥാൻ, അബീനദാബ്, മൽക്കിശൂവ എന്നിവരെ കൊന്നു. യുദ്ധം ശൗലിൻ്റെ നേരെ ഏറ്റവും മുറുകി. വില്ലാളികൾ അവനിൽ ദൃഷ്ടിവെച്ചു. വില്ലാളികളാൽ അവൻ ഏറ്റവും വിഷമത്തിലായി. ശൗൽ തൻ്റെ ആയുധവാഹകനോട്, ഈ അഗ്രചർമ്മികൾ വന്ന് എന്നെ കുത്തിക്കൊല്ലുകയും അപമാനിക്കുകയും ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വാളൂരി എന്നെ കുത്തുക എന്ന് പറഞ്ഞു. ആയുധവാഹകൻ ഏറ്റവും ഭയപ്പെട്ടതുകൊണ്ട് അവന് മനസ്സ് വന്നില്ല. അതുകൊണ്ട് ശൗൽ വാൾ പിടിച്ച് അതിന്മേൽ വീണു. ശൗൽ മരിച്ചു എന്ന് അവൻ്റെ ആയുധവാഹകൻ കണ്ടപ്പോൾ താനും അങ്ങനെ തന്നെ തൻ്റെ വാളിന്മേൽ വീണു അവനോടുകൂടെ മരിച്ചു. ഇങ്ങനെ ശൗലും അവൻ്റെ 3 പുത്രന്മാരും അവൻ്റെ ആയുധവാഹകനും അവൻ്റെ ആളുകൾ മുഴുവനും അന്ന് ഒന്നിച്ചു മരിച്ചു. ഇസ്രായേലിയർ ഓടിപ്പോയി. ശൗലും പുത്രന്മാരും മരിച്ചു എന്ന് താഴ്വരയുടെ അപ്പുറത്തും യോർദാനക്കരെയുമുള്ള ഇസ്രായേലിയർ കണ്ടപ്പോൾ അവർ പട്ടണങ്ങൾ വിട്ട് ഓടിപ്പോവുകയും ഫെലിസ്തർ വന്ന് അവിടെ പാർക്കുകയും ചെയ്തു. കർത്താവേ, പാപിനിയായ സ്ത്രീയെപ്പോലെ ഞങ്ങൾ നിന്റെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് നിന്റെ വാതിൽക്കൽ മുട്ടി വിളിക്കുന്നു. ഞങ്ങളോട് ഉത്തരമരുളി ചെയ്ത് ഞങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരം നൽകണമേ. ആമേൻ.